അനാദിയായി പരന്നുകിടക്കുന്ന സമുദ്രത്തിൽ അങ്ങകലെ ഒരു വലിയ കണ്ണുനീർത്തുള്ളി പോലെ വെള്ളിയാങ്കല്ല് കാണാമായിരുന്നു. അവിടെ അപ്പോഴും ആത്മാവുകൾ തുമ്പികളായി പാറി നടക്കുന്നുണ്ടായിരുന്നു. ആ തുമ്പികളിലൊന്ന് ദാസനായിരുന്നു. മലയാള നോവൽ സാഹിത്യത്തിൽ എം മുകുന്ദൻ കൊത്തിവെച്ച വരികൾ. 1974 എം മുകുന്ദൻ രചിച്ച മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന ലോകപ്രശസ്ത നോവൽ നോവലിസ്റ്റിൻ്റെ തട്ടകത്തിലേക്ക്, അതായത് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിലേക്ക് വായനക്കാരെ എത്തിച്ചുകൊണ്ടിരുന്നു. 17-ാം നൂറ്റാണ്ടിലാണ് ഫ്രഞ്ച് ഭരണകൂടം കച്ചവടത്തിനായി മയ്യഴിയിൽ താവളമുറപ്പിക്കുന്നത്. പുഴയും കടലും സംഗമിക്കുന്ന അഴി, മനോഹരമായ അഴി, അതാണ് മയ്യഴി. ഫ്രഞ്ചുകാർക്ക് ബ്രിട്ടീഷുകാരോട് എതിർത്തു നിൽക്കാനുള്ള ഇടമായി ഇവിടം മാറി. മയ്യഴിപ്പുഴ അഥവാ മാഹിപ്പുഴ പശ്ചിമഘട്ടത്തിൽ നിന്നുത്ഭവിച്ച് അറബിക്കടലിൽ ചെന്നു ചേരുന്ന കേരളത്തിലെ നദികളിൽ ഒന്നാണിത്. എന്നാൽ ഇത് വ്യത്യസ്തമാകുന്നത് അന്യസംസ്ഥാനമായ പുതുച്ചേരിയുമായുള്ള ബന്ധം കൊണ്ടാണ്. പുതുച്ചേരിയുടെ ഭാഗമായ മയ്യഴിയിലൂടെ ഒഴുകി ഇത് അറബിക്കടലിൽ ചേരുന്നു. 54 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഇത് അറബിക്കടലിൽ അലിഞ്ഞു ചേരുന്നത്. 394 ചതുരശ്ര കിലോമീറ്റർ ദൂരമാണ് ഇതിൻ്റെ വിസ്തീർണം. യൂറോപ്യന്മാരുടെ ഭരണകാലത്ത് ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഇംഗ്ലീഷ് ചാനൽ ഫ്രാൻസിനെയും ബ്രിട്ടനെയും വേർതിരിക്കുന്നത് പോലെ ഫ്രഞ്ചുകാരുടെ അധീനപ്രദേശമായ മയ്യഴിയെ ബ്രിട്ടീഷ് അധീനപ്രദേശങ്ങളിൽ നിന്ന് വേർതിരിച്ചിരുന്നത് മയ്യഴിപ്പുഴയാണ്.